നമസ്കാരം. മുഖ്യമന്ത്രിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ചത് മുതൽ ജനപ്രിയ തീരുമാനങ്ങളാണ് വി.ഡി. സതീശൻ നടപ്പിലാക്കുന്നത്. പിണറായി ഭരണത്തിൽ ജനങ്ങൾ വെറുത്ത മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം ആദ്യമേ വേണ്ടെന്ന് വെച്ചു. ഇതോടെ മുഖ്യമന്ത്രിക്കുള്ള Z+ സുരക്ഷയാണ് ഒഴിവാക്കിയത്. ഈ സുരക്ഷ പോലീസ് പിന്നീട് അവലോകനം ചെയ്യും. ക്ലിഫ് ഹൗസ് മൂടി കൂട്ടേണ്ടതില്ലെന്നും മന്ദിരങ്ങളിൽ വലിയ രീതിയിൽ മൂടി പിടിപ്പിക്കൽ വേണ്ടെന്നും ധൂർത്ത് ഒഴിവാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി. സിൽവർ ലൈൻ പദ്ധതി വേണ്ടെന്ന് വെച്ചു. KSRTCയിൽ വനിതകൾക്കുള്ള യാത്രാ സൗജന്യത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നു. ആശമാർക്ക് 3000 രൂപ കൂട്ടിക്കൊടുത്തു. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിൽ ഇനി വെട്ടിക്കുറയ്ക്കലിന് നിർദ്ദേശിക്കുമോ എന്നാണ് അറിയാനുള്ളത്. 600 പേരാണ് വിവിധ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫായി ജോലി ചെയ്യാറ്. മുഖ്യമന്ത്രിക്ക് 30-ൽ അധികം പേർ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടാകും. മന്ത്രിമാരും 25 പേർ വരെ പേഴ്സണൽ സ്റ്റാഫായി നിയമിക്കുക പതിവുണ്ട്. ഇവർക്ക് സർക്കാർ ഖജനാവിൽ നിന്നുമാണ് ശമ്പളവും പെൻഷനുമെല്ലാം നൽകുന്നത്. ഇതിലും തീരുമാനം വന്നാൽ ജനപ്രിയ തീരുമാനങ്ങളിൽ കൂടി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ സഞ്ചാരമെന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് ഈ തീരുമാനങ്ങളിൽ കൂടി വി.ഡി. സതീശൻ ലക്ഷ്യമാക്കുന്നത്? 10 വർഷം ഭരണം പോയതിന്റെ വിഷമങ്ങൾ നല്ലപോലെ അറിയുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസുകാർ. ഇത് അവർക്ക് മുന്നിൽ പുതിയതുമാണ്. 5 വർഷം കഴിഞ്ഞ് ഭരണം ലഭിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുകൂടി സ്വന്തം അനുഭവത്തിൽ നിന്നും കോൺഗ്രസുകാർ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. സതീശന്റെയും ലക്ഷ്യം വ്യക്തമാണ്. 5 വർഷത്തിന് ശേഷം തുടർ ഭരണം തന്നെയാണ് മുഖ്യമന്ത്രിയും ഉദ്ദേശിക്കുന്നത്. അതിനുള്ള വഴിയിലൂടെ തന്നെയാണ് സതീശന്റെ സഞ്ചാരവും. പിണറായിയുടെ ഏതൊക്കെ ശീലങ്ങൾ ജനങ്ങളിൽ വെറുപ്പുണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ പടിക്ക് പുറത്തു നിർത്തുകയാണ് അദ്ദേഹം ചെയ്തത്. ഇത് ശരിക്കും CPM-നുള്ള മുന്നറിയിപ്പാണ്. അടുത്ത 5 വർഷം കഴിഞ്ഞ് ഭരണം ലഭിച്ചില്ലെങ്കിൽ CPM-ന്റെ അവസ്ഥ പരമ ദയനീയമാകും. കോൺഗ്രസ് 10 വർഷം പിടിച്ചു നിന്നതുപോലെ CPM-ന് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കർണാടക, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഭരണമുള്ള പാർട്ടിയും പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യത്തെ നയിക്കുന്ന പാർട്ടിയും കൂടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ഭരണമില്ലാതിരുന്നിട്ടും കേരളത്തിൽ കോൺഗ്രസ് പിടിച്ചു നിന്നു. ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് ഫണ്ടും കേരളത്തിലേക്ക് ഒഴുകി. എന്നാൽ കേരളം എന്ന കൊച്ചു തുരുത്തിൽ മാത്രമായിരുന്നു CPM-ന് ഭരണമുള്ളത്. ഈ കൊച്ചു തുരുത്തും ഈ തെരഞ്ഞെടുപ്പോടെ നഷ്ടമായി. ഇനി എങ്ങനെ പാർട്ടി ഫണ്ട് കണ്ടെത്തും എന്ന ചോദ്യമുണ്ട്. ഫണ്ടില്ലെങ്കിൽ എങ്ങനെ പാർട്ടിയുടെ അടിത്തട്ട് ചലിപ്പിക്കാൻ കഴിയും? പണം ഒഴുക്കാതെ CPM എന്നല്ല ഒരു പാർട്ടിക്കും ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ബംഗാളിലെ അവസ്ഥ എന്താണ്? പതിറ്റാണ്ടുകളോളം ബംഗാൾ ഭരിച്ച CPM-ന് 1 സീറ്റ് മാത്രമാണ് ഇക്കുറി തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. പാർട്ടി പത്രമായ ജനശക്തിക്ക് ഇപ്പോഴത്തെ ഭരണകക്ഷിയായ BJP-യാണ് സഹായം ചെയ്യുന്നത്. ഇതാണ് CPM-ന്റെ നിലവിലെ അവസ്ഥ. ഈ അവസ്ഥയിൽ 10 വർഷം കേരളത്തിൽ ഭരണമില്ലാതായാൽ CPM മാത്രമല്ല LDF കൂടി തവിട് പൊടിയാകും. LDF-നെ നയിക്കുന്ന CPM-ന് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെങ്ങനെ LDF-ലുള്ള മറ്റു ചെറു കക്ഷികൾ പിടിച്ചു നിൽക്കും? CPM ഭരിക്കുന്ന സഹകരണ മേഖല തന്നെ നാശകോശമായ അവസ്ഥയിലാണ്. ED-യുടെയും കേന്ദ്ര ഏജൻസികളുടെയും റഡാറിലാണ് കേരളത്തിലെ സഹകരണ മേഖല എന്നത് തന്നെ CPM-ന്റെ ഉറക്കം കെടുത്തുന്നതാണ്. സതീശന്റെ നടപടികൾ CPM-നുള്ള മുന്നറിയിപ്പാണ്. ഇത് മനസ്സിലാക്കി പ്രവർത്തിച്ചില്ലെങ്കിൽ അനുഭവിക്കുക CPM തന്നെ ആയിരിക്കും.